തെലുങ്കിന്ന് ഒരു ത്രില്ലർ സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ശിവാംഗി ദ ലയണസ് എന്നാണ് സിനിമയുടെ പേര്. നമ്മുടെ കയൽ ആനന്ദി, വരലക്ഷ്മി, ശരത് കുമാർ ഒക്കെ അഭിനയിച്ച പടമാണ്. സോ ദുഃഖിതയായ സ്ത്രീയുടെ ഗ്ലോബൽ റെപ്രസെന്റേഷനിൽ ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്നുണ്ടായിരുന്ന മാല പാർവതി ആയിരുന്നു. ഇപ്പൊ ആ ലിസ്റ്റിലോട്ടുള്ള പുതിയ എൻട്രിയാണ് കയൽ ആനന്ദി. ആളുടെ പടങ്ങളൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും. ഒരുവിധം എല്ലാ പടത്തിലും ആ കൊച്ചിന് സങ്കടം മാത്രമേ ഉള്ളൂ. വൈറ്റ് റോസ് പറഞ്ഞൊരു പടമുണ്ട്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഭർത്താവ് മരിച്ചിട്ട് പ്രോസ്റ്റിറ്റ്യൂട്ട് ആവാൻ പോണ നായികയുടെ കഥയാണ് പറയുന്നത്. പിന്നെ അദൃശ്യം പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഭർത്താവിന്റെ ഓപ്പറേഷന് വേണ്ടി സറഗസിക്ക് പോണ നായികയുടെ കഥ. സോ ഇതിലും അതേമാതിരി തന്നെ സങ്കടം മാത്രമേ ഉള്ളൂ ആ കൊച്ചിന്. പക്ഷെ ഇതിനെ നമുക്ക് വേണമെങ്കിൽ മാഗ്നം ഓപ്പസ് സെറിയൽ എക്സ്പീരിയൻസ് ഒക്കെ തരുന്ന ഒരു പടം എന്ന് പറയാം. ഇതിന്റെ മുകളിൽ വേറെ ഒന്നും ഇല്ല. സ്പൂഫ് പടമായിട്ട് കാണുമ്പോൾ നമുക്ക് വേണമെങ്കിൽ തലപതി വിജയ് അതേപോലെ തന്നെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ഒരു മാഷപ്പ് എന്നൊക്കെ ഈ സിനിമയെ വിളിക്കുക. ലേഡി പടയപ്പ, അതാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. നമ്മുടെ പടയപ്പയിൽ രജനീകാന്ത് ഈ ഷോൾ എടുത്തിങ്ങനെ ഇടുമ്പോൾ സൗണ്ടില് അതന്നെയാണ് മിക്കവാറും ഈ സിനിമയിൽ കാണാൻ പറ്റുന്നത്. സാരി മാറ്റുമ്പോ സൗണ്ട്, വണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കുമ്പോ സൗണ്ട്, ഫോൺ എടുത്താ സൗണ്ട്, എടുത്തില്ലെങ്കിൽ സൗണ്ട്. ഒരു തമിഴ് തെലുങ്കിൽ കാണുന്ന പന്ന പരട്ട സീരിയൽ എന്ന് പറയാം. അതന്നെയാണ് ഈ സിനിമ. സോ ഈ സിനിമയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ കയൽ ആനന്ദിയെ പോലീസ് അറസ്റ്റ് ചെയ്യണം, ഒരാളെ കൊന്നതിന്. സോ അപ്പൊ ആ സമയത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്ന പോലീസ് ഓഫീസറാണ് നമ്മുടെ വരലക്ഷ്മി ശരത് കുമാർ. ആൾക്ക് കൊടുക്കുന്ന ഇൻട്രോ ഒക്കെ കിഡിലിനാണ്. അതായത് ഭയങ്കര ഒരു സൈക്കിക് ക്യാരക്ടർ ആയിട്ടുള്ള ഇൻട്രോ ആണെന്നാണ് പറയുന്നത്. പിന്നീട് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ എന്താണ് നടന്നതെന്ന് കയൽ ആനന്ദിയോട് ചോദിക്കുമ്പോൾ ഈ കൊച്ച് ഫസ്റ്റ് നൈറ്റിൽ ടിക്ടോക്ക് വീഡിയോ ഒക്കെ എടുത്തതൊക്കെ വിളിച്ച് പറയണം. ഞാനിങ്ങനെ ആലോചിക്കും, അതൊക്കെ എന്തിന് ഇവിടെ പറയണം. അപ്പൊ അന്ന് തന്നെയാണ് ആളുടെ ഹസ്ബൻഡിന് ആക്സിഡന്റ് ആയിട്ട് മറ്റേ 50-50 ചാൻസിൽ കിടക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് പ്രസന്റ് ഡേ ആണ്. അന്ന് അങ്ങേരുടെ ഓപ്പറേഷൻ ആണ് ഉച്ചയ്ക്ക്. ഈ കൊച്ചിനാണ് വെച്ചാൽ ഭർത്താവിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഭർത്താവിന് വേണ്ടി ജീവിതം ത്യാഗം ചെയ്യുന്ന കൊച്ചാണെന്നൊക്കെയാണ് പറയുന്നത്. രാവിലെ എണീക്കുന്നു, ദോശ ഉണ്ടാക്കി തിന്നുന്നു, ഉച്ചയ്ക്ക് വന്നിട്ട് വെണ്ടയ്ക്ക പൊരിയിൽ ഉണ്ടാക്കുന്നു, ഇതൊക്കെയാണ് കാണിക്കുന്നത്. സോ ആ സമയത്ത് ആളുടെ ബോസ് വിളിക്കുന്നുണ്ട്. അത് അടുത്തൊരു ഞരമ്പനാണ്. ആള് വന്നിട്ട് എനിക്ക് നിന്റെ ഒപ്പം കിടക്കണം തന്നെ ഫോൺ ചെയ്തിട്ട് പറയുന്നു. ഈ കൊച്ചു പറയണ്ട അങ്ങനെയാണ് വെച്ചാൽ എനിക്ക് ഈ ജോലി വേണ്ട. പക്ഷെ അതിന്റെ ഇടയിൽ പറയുന്നുണ്ട് ഈ സത്യഭാമ അതിനൊന്നും കിട്ടില്ല, ഈ ജോലി വേണമെങ്കിൽ സത്യഭാമ വേണ്ട വെക്കും, നിന്റെ ഒപ്പം കിടന്നിട്ടുള്ള ജോലിയൊന്നും വേണ്ടാന്ന്. പക്ഷെ അതിന്റെ ഇടയിൽ പറയുന്നുണ്ട് 2 തവണ പോയി ഇടുപ്പ് പിടിച്ചിട്ടുണ്ട് ഇത്ര. അപ്പൊ സത്യഭാമ എവിടെയായിരുന്നു? ഇപ്പൊ സത്യഭാമ സിംഹിക ആയിരുന്നില്ലേ, അതോ കരങ്ങിച്ചി ആയിരുന്ന? അതാണ് സംശയം. സോ പിന്നീടും ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം ഇതൊക്കെയാണ് കാണിക്കുന്നത്. ഭർത്താവ് ഇങ്ങനെ സർജറിക്ക് വേണ്ടി കിടക്കുന്നതിനെ പറ്റി ഒരു സീരിയസ്നെസ്സും കാര്യങ്ങളൊന്നും കാണിക്കില്ല. ഒരു 10 കിലോ മല്ലിയില മേടിച്ച് വെച്ചിരിക്കുന്നത് കാണിക്കുന്നത്. എന്തിനാ? അവന്റെ അടിയന്തരത്തിന് പായസം വെക്കാനാണ്. അങ്ങനെയാണ് തോന്നുക കാണുമ്പോൾ. സോ അതിന്റെ ഇടയ്ക്ക് ഒരു വക്കീല് വിളിച്ചിട്ട് ആളിനെ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് വേറെ ഒരുത്തിനെ കല്യാണം കഴിച്ചൂടെ, സന്തോഷത്തോടെ ജീവിച്ചൂടെ, സത്യഭാമയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ജീവിതത്തിൽ സത്യഭാമയ്ക്ക് ഒരു ഭർത്താവേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും കീപ്പായിട്ട് ഇരിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് കാമുകനെ വിളിച്ച് സൊല്ലുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കട്ടെ എന്ന് നമുക്ക് പറയാൻ തോന്നുക. അങ്ങനെയാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. പക്കാ സ്പൂഫാണ്. ഇടയ്ക്കിടയ്ക്ക് സത്യഭാമ പറയുന്നുണ്ട്. വർക്ക് ഫ്രം ഹോം ആണ്. എന്നിട്ട് 15 വട്ടം ഡെയിലി സാരി മാറ്റുന്നുണ്ട്. അങ്ങനത്തെ കുറെ സീൻസ് ഒക്കെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. പിന്നീട് ഭർത്താവിനെയും മറ്റേ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 20 ലക്ഷം രൂപ ഷോർട്ടാണ്. അപ്പോ ആ സമയത്ത് വീണ്ടും നമ്മുടെ ബോസ് വിളിക്കും, എന്റെ കൂട്ടം വന്ന് കിടന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പൈസ തരാൻ പറയും. അങ്ങനെ നിന്റെ ഒപ്പം കിടന്നിട്ടുള്ള പൈസ സത്യഭാമയ്ക്ക് വേണ്ട, എനിക്ക് എന്റെ ഭർത്താവിനെ രക്ഷിക്കേണ്ട പറയും. ഫോൺ കട്ട് ചെയ്ത ശേഷം വീണ്ടും ആരെയൊക്കെ വിളിച്ച് പൈസ ചോദിക്കുന്നു. സോ ഒരു പരസ്പര ബന്ധമില്ലാത്തൊരു സിനിമയായിട്ടാണ് തോന്നിയത്. ഇടയ്ക്കിടയ്ക്ക് സത്യഭാമ എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഒരു പന്ന പരട്ട പടം. സോ ഈ സിനിമയിൽ ഞാൻ ആദ്യം വരലക്ഷ്മി ശരത് കുമാറിന്റെ ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് തോന്നും കിടിലൻ ക്യാരക്ടറാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവളെ സിംഹിക പറയാനും സിംഹ ആണെന്ന് പൊക്കി അടിക്കാൻ വേണ്ടി ഒരു ക്യാരക്ടറെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ യൂഷ്വലി കയൽ ആനന്ദിയുടെ ഈ പടമൊക്കെ ഭയങ്കര ഈ സങ്കടമുള്ള പടങ്ങളായിരിക്കും. അതായത് കുറെ ട്രോമയും അതേപോലെ തന്നെ ദുഃഖിതയായ സ്ത്രീയുടെ കഥ പറയുന്നതാണെങ്കിലും ആളുടെ പെർഫോമൻസ് പട്ടേ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ഇത് എന്തോന്നിത് ഇതുവരെ ആളുടെ കണ്ടിൽ ഏറ്റവും വേസ്റ്റ് പടം എന്ന് വേണമെങ്കിൽ പറയാം. സോ ആഹാ തമിഴിലും അതേപോലെ തന്നെ ആഹാ തെലുങ്കിലും അവൈലബിൾ ആണ് 2 ഭാഷയിലായിട്ട്. തമിഴൊക്കെ വൻ ശോകമാണ്. സോ ട്രൈ ഔട്ട്. സ്പൂഫ് പടങ്ങളൊക്കെ കാണുന്നവരാണെന്ന് വെച്ചാൽ കണ്ടു.